ലോകത്തില് ആകെ 9 മതങ്ങളാണുള്ളത്. അതില് 8 ഏകദേശം സെമറ്റിക് മതങ്ങളാണ്. 9ാമത്തേതാണ് നമ്മുടെ മതം, സനാതനധർമ്മം. അതൊഴികെ മറ്റൊരു മതത്തിലും മനുഷ്യൻ ഈശ്വരനെ ഉപദേശിച്ചിട്ടില്ല. ഈ നാട്ടിൽ മാത്രം മനുഷ്യൻ ഈശ്വരനെ ഉപദേശിച്ചിരിക്കുന്നത്. അതാണ് ഈ നാടിന്റെ പ്രത്യേകതയും. യഥാർത്ഥത്തിൽ വസിഷ്ഠൻ കേരളീയനല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നമില്ല. അത്രയും ഭംഗിയായിട്ട് ഒരു ഉപദേശം. നേരെ മഹാഭാരതത്തിലേക്ക് പോവാം. യുദ്ധം ചെയ്യാനായി സകലതും തയ്യാറെടുത്ത് യുദ്ധക്ഷേത്രത്തിൽ വന്ന മനുഷ്യനായ അർജുനൻ പറഞ്ഞു, സീതന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതി വേവതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ. ഭഗവത്ഗീതയാണ്. നിങ്ങൾ വായിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണ്. നാളെ രാവിലെ 10 മണിക്ക് ഇവിടെ അടുത്ത് തന്നെ, അപ്പുറത്തെ എവിടെയോ ആണ് ഭഗവത്ഗീത നിത്യജീവിതത്തിൽ എന്നൊരു ക്ലാസ് ഉണ്ട്. എവിടെയാണെന്ന് നിങ്ങളോട് പറയും. ചുള്ളിക്കാടോ പുളിമൂടോ പുളിപ്പാലോ എന്തോ ഒരു സ്ഥലമുണ്ട് ഇവിടെ അടുത്താണ്. അവിടെയാണ് ഭഗവത്ഗീത നിത്യജീവിതത്തില്. ഇവിടെ അടിപൊളിയായിട്ടുള്ള ഭഗവത്ഗീതയായിരിക്കും, കത്തി കാളിയിട്ടുള്ളത്. എന്താ കാരണം എന്നറിയോ? നിങ്ങൾക്ക് കുറെ മനസ്സിലാവും എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് അടിച്ചു പൊളിച്ച് ചില സ്ഥലത്ത് പറയുന്നത്. ഇവിടെ ഈ ഭഗവത്ഗീതയില് അർജുനൻ പറഞ്ഞു, എന്റെ ശരീരം വിറയ്ക്കുന്നു, വിയർക്കുന്നു, തൊലി പൊള്ളുന്ന മാതിരി തോന്നുന്നു, ഗാന്ധീവൻ താഴെ വീഴുന്നു, മനസ്സ് ഭ്രമിക്കുന്നു കൃഷ്ണ, എനിക്ക് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല. നകാംക്ഷേ വിജയം കൃഷ്ണ മജ രാജ്യം സുഖാനിജ കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേനവാ. നല്ല വരികളാ. എനിക്ക് രാജ്യവും വേണ്ട, അധികാരവും വേണ്ട, ഒരു മണ്ണാങ്കട്ടിയും വേണ്ട, അധികാരം ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തളർന്ന അർജുനനെ ഈ ഭഗവത്ഗീത ഉപദേശത്തിലൂടെ കൃഷ്ണൻ മാറ്റിമറിച്ച് പറയിപ്പിച്ചു. സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. ചില വാക്കുകളൊക്കെ ഭഗവത്ഗീത എന്ന് കേട്ട് കഴിയുമ്പോ തരിച്ചു നിന്നുപോകും. വെറുതെ അല്ല ഇ.കെ. നായനാർ അതുകൊണ്ടൊരു പോപ്പിന് കൊടുത്തത്. അത്ര കത്തുന്ന ഭഗവത്ഗീത. പോപ്പ് മാറുകയും ചെയ്തു. അപ്പൊ അങ്ങേര് മറ്റുള്ളവരെ ഉപദേശിച്ചു, എല്ലാ മെത്രാന്മാരെയും വിളിച്ചു ഉപദേശിച്ചു, നിങ്ങൾ ഇനി പഠിക്കണമെങ്കിൽ ബൈബിള് പഠിക്കേണ്ട, ഇത് ഭഗവത്ഗീത പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ കൊടുത്തതിന് പ്രയോജനം ഉണ്ടായി. ഇ.കെ. നായനാർ ചെയ്തതിനൊക്കെ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ ഭഗവത്ഗീതയില് അർജുനനെ കൊണ്ട് തിരിച്ചു പറയിപ്പിച്ചു. അവിടെ സംഭവിച്ചതാരാണ്? അവിടെ മനുഷ്യനായ അർജുനനെ ഈശ്വരൻ ഉപദേശിച്ചു. രണ്ടും, രാമായണവും മഹാഭാരതവും മിറർ ഇമേജുകളാണ്. ഒന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഫോക്കസ് ചെയ്യുന്നു, ഇപ്പുറത്ത് ഒരു കുടുംബത്തിന്റെ ജീവിതത്തെ ഫോക്കസ് ചെയ്യുന്നു. ഇവിടെ ഈശ്വരനെ മനുഷ്യൻ ഉപദേശിക്കുന്നു, ഇപ്പുറത്ത് മനുഷ്യനെ ഈശ്വരൻ ഉപദേശിക്കുന്നു. ഇവിടെ ഈശ്വരൻ കാട്ടിലേക്ക് പോകുന്നു, ഇപ്പുറത്ത് മനുഷ്യര് കാട്ടിലേക്ക് പോകുന്നു. ഇങ്ങനെ നിങ്ങൾ എന്തും എടുത്തു നോക്കാം. 1,25,000 ശ്ലോകങ്ങളുള്ള 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം ജീവിതത്തില് ഒരിക്കൽ വായിച്ചാൽ ഉറപ്പാണ് നമ്മുടെ തലക്കനം എന്ന് പറയുന്നത് മിക്കവാറും ഇല്ലാതെയാവും. തലക്കനം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താണെന്നറിയാലോ? ഹെഡ് വെയിറ്റ്. അങ്ങനെ ഒരു വാക്ക് ഇംഗ്ലീഷിൽ ഇല്ല, നമ്മൾ ഉണ്ടാക്കിയതാ, നമ്മുടെ നാട്ടുകാരുണ്ടാക്കിയതാ. ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ ഹെഡ് ഏക്ക് ഉണ്ട്, ഹെഡ് വെയിറ്റ് ഇല്ല. രണ്ടും ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണെങ്കിലും ഈ ഹെഡ് വെയിറ്റ് എന്ന സാധനം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ മഹാഭാരതത്തിന്റെ കഥകളിലൂടെ, രാമായണത്തിന്റെ ചരിതത്തിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കഥകൾ കേൾക്കുക, ആ കഥകൾ അതേപോലെ അകത്തേക്ക് എടുക്കാം. കഥകളെ അനലൈസ് ചെയ്യരുത്, കഥകളെ ജസ്റ്റിഫൈ ചെയ്യരുത്, കഥകളെ റാഷണലൈസ് ചെയ്യരുത്, കഥകളെ സയന്റിഫിക്കലി ഇന്റർപ്രറ്റ് ചെയ്യരുത്, കഥകളെ അതേപോലെ എടുക്കാം. തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അടുത്ത പാരഗ്രാഫും കൂടി ഒരുമിച്ചാ പറയാൻ പോകുന്നത്. കഥകൾ കഥകളായിട്ടെടുത്ത് ഇനി അനലൈസ് ചെയ്യേണ്ടത് സന്ദേശമാണ്. എന്നിട്ട് കഥ എടുത്ത് പിന്നെ സന്ദേശം എടുക്കാം. ഈ മാതൃഭൂമിയിൽ നർമ്മ വീതി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടല്ലോ ഇല്ലേ? അതിലാ മൊത്തം
ഓരോരുത്തരെയും കുറിച്ച് എഴുതിയതിനു ശേഷം അവസാനം വാൽക്കഷണം എന്ന് പറഞ്ഞൊരു പീസുണ്ട്. വാൽക്കഷണം, അടിക്കുറിപ്പ്, അതാണ് കട്ടാമ്പാര. ഇവിടെ പാര എന്നല്ലേ പറയാ പാലക്കാട്, അത് പുന്നപ്രയിൽ പാരയാ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾക്കറിയാം കട്ടാമ്പാര. ആ വാൽക്കുറിപ്പും അടിക്കുറിപ്പും, വാൽക്കഷ്ണവും അടിക്കുറിപ്പുമാണ് ഓരോ പോയിന്റിലും രാമായണത്തിലും മഹാഭാരതത്തിലും നമ്മൾ എടുക്കേണ്ടത്. ടേക്ക് ദ മെസ്സേജ്, അനലൈസ് ദ മെസ്സേജ്, rationalize the message, scientifically interpret the message, justify the message. Never do so for the story. നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്, രാമായണത്തിലെ ഹനുമാൻ ലങ്കയിലേക്ക് ചാടി. അപ്പോഴാ കുട്ടി ചോദിക്കുന്നേ, ഹനുമാൻ ലങ്കയിലേക്ക് ചാടിക്കഴിഞ്ഞാൽ കടലിൽ വീഴില്ലേ അമ്മേ? ഇതാ ഞാൻ നിന്നോട് പറഞ്ഞത്, നീ ശരിയാവില്ല. ആ കുട്ടി കഥ ചോദിച്ച ഉടനെ കയറി ബ്ലോക്ക് ചെയ്തു. അപ്പോ ആ കുട്ടിയോട് പറയാനുള്ളത്, ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. എന്ത്? ഹനുമാൻ ആദ്യം ചാടില്ലെന്ന് പറഞ്ഞു, എനിക്ക് കഴിവില്ലെന്ന് പറഞ്ഞു, എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. ജാംബവാൻ നിരന്തരം മോട്ടിവേറ്റ് ചെയ്തു, ആക്ടിവേറ്റ് ചെയ്തു. അവസാനം പഴയ വീരശൂര പരാക്രമങ്ങള് ഹനുമാനെ ജാംബവാൻ ഓർമ്മിപ്പിച്ചു. അപ്പ ഹനുമാൻ പറഞ്ഞു, ഐ ഷാൽ ഡു ദാറ്റ്. ഇംഗ്ലീഷിലല്ല, സംസ്കൃതത്തിൽ. ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞു. നിനക്കേ അതിന് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നു. അതിനെന്താ ഇപ്പൊ പറയുന്നത്? ഹനുമാൻ ഇഫക്റ്റ്. എവിടെയാ പറയുന്നത്? അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കാനഡയിലും. ഇന്ത്യയിൽ എന്താ അത് പറയാത്തത്? ഇന്ത്യ സെക്കുലർ രാജ്യമാണ്. അതുകൊണ്ട് അവിടെ അതൊക്കെ പറയുള്ളൂ. അത് സെക്കുലർ അല്ലാത്തത് കൊണ്ട് അവിടെ ഇന്നും ഹനുമാൻ ഇഫക്റ്റ് മെഡിക്കൽ സയൻസിന്റെ ഭാഗമാണ്. അമേരിക്കയിൽ ഹനുമാൻ ഇഫക്റ്റ് മെഡിക്കൽ സയൻസിന്റെ ഭാഗമാണ്. ഇവിടെ നമ്മൾ ഏത് ഇഫക്റ്റാ? ഹനുമാൻ ചാടില്ല, എം കരുണാനിധി. രണ്ടു പേർക്കാണ് അവരുടെ വാക്കിന്റെ പകുതി ഇല്ലാത്തത്. ഒന്ന് കരുണാകരൻ, മറ്റൊന്ന് കരുണാനിധി. രണ്ടിലും ആദ്യ ഭാഗം കുറവാ. ഏതായാലും അവിടെ ഞാൻ പറഞ്ഞത് സത്യമാണ്. സായിബാബയുടെ അടുത്ത് എന്നിട്ട് സായിബാബയെ തൊഴുത് ബാക്കിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേ ആരോ ചോദിച്ചു, നിങ്ങൾ സായിബാബയെ കാണാൻ പോയോ? സായിബാബയെ കാണാൻ ഞാൻ പോയില്ല, അദ്ദേഹം എന്നെ കാണാൻ ഇങ്ങോട്ട് വരിക ചെയ്തേ. എന്തൊരു ചങ്കൂറ്റവും തൊലിക്കട്ടിയാണല്ലേ. മാത്രല്ല സായിബാബ കരുണാനിധിയോട് പറഞ്ഞു, ഇനി കറുത്ത കണ്ണട വെക്കരുത്. അപ്പോ ശരി പറഞ്ഞു. അപ്പൊ തന്നെ ഇങ്ങനെ കറുത്ത കണ്ണട ഊരി സായിബാബയ്ക്ക് കൊടുത്തു. സായിബാബ ഇപ്പുറത്തും ഇപ്പുറത്തും ഊതി വെച്ചോളാൻ പറഞ്ഞു. അപ്പൊ അത് വെളുത്തു. അതാണ് ഇപ്പൊ വെച്ചിരിക്കുന്ന വെളുത്ത കണ്ണട. അങ്ങേര് വലിയ നിരീശ്വരവാദിയ. കഴുത്തിലൊരു മഞ്ഞത്തോർത്ത് കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ? തിരുച്ചെന്തൂരിലെ ഒരു ജ്യോത്സ്യം കൊടുത്തതാ. ഇത് എപ്പോഴെങ്കിലും താഴ്ത്തു വെച്ചാൽ നിങ്ങളുടെ കാര്യം പോക്കാം. ആ മഞ്ഞത്തോർത്ത് അത് ഒരിക്കലേ ജീവിതത്തിൽ താഴ്ത്തു വെച്ചിട്ടുള്ളൂ എന്ന് ഒരു ദിവസം കിടന്നുറങ്ങിയപ്പോ അറിയാതെ അർദ്ധരാത്രി ഇത് ഊർന്ന് താഴത്തേക്ക് പോയി. അന്ന് ജയലളിതയുടെ പോലീസ് അങ്ങേരെ അറസ്റ്റ് ചെയ്തു. അതാണ് അങ്ങേ സംഭവിച്ചതാണത്. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല. അന്ന് മാത്രം അങ്ങേര് ഇത് കഴുത്തിൽ കുരുക്കിട്ടല്ല കിടന്നത്. ഇത് ഊരിപ്പോകാതിരിക്കാൻ കുരുക്കിട്ട അങ്ങേര് കിടക്കാറില്ല ഉറങ്ങുന്ന സമയത്ത്. അല്ലാത്ത സമയത്ത് ഇങ്ങനെ തന്നെ ഇടും. അന്ന് ഇത് കുരുക്കിടാത്തത് കൊണ്ട് കിടന്നുറങ്ങിയപ്പോ ഇത് ഊർന്ന് താഴത്തേക്ക് പോയതും 11:30 മണിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് പോലീസ് വന്നു, ഈശ്വരാനുഗ്രഹം കൊണ്ട് അറസ്റ്റ് ചെയ്തു. അപ്പൊ യഥാർത്ഥത്തില് അന്ന് മുതൽക്ക് അദ്ദേഹത്തിന് ഇതുമാതിരിയുള്ള വിശ്വാസം അകത്ത് നിറച്ചുമുണ്ട്, പുറത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദിവസവും ഭാര്യ പൂജ നടത്തി ആരത്തി ഉഴുത് ഇങ്ങേര് തൊഴുന്നതിന് ശേഷമേ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. പെരിയോർ രാമസ്വാമി നായ്ക്കരുടെ വീട്ടില് ഭഗവതി പൂജ നടത്താത്ത ദിവസം ഇല്ല. ഉറപ്പിച്ച 4 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയുള്ള ഗോപാലകൃഷ്ണൻ നിങ്ങളോട് പറയുന്നത്, ജവഹർലാൽ നെഹ്റുവിന്റെ തീൻമൂർത്തി ഭവനില് വെള്ളിയാഴ്ച ഭഗവതി പൂജയും വ്യാഴാഴ്ച മഹാവിഷ്ണു പൂജയും നടത്താത്ത ഒരു ദിവസം പോലും ഇല്ല. ഡൽഹിയിൽ നെഹ്റു ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുത്തിരിക്കും. പിതൃകർമ്മം നടത്താത്ത ഒരു പ്രാവശ്യം പോലും EMS മാറി നിന്നിട്ടില്ല. എല്ലാ വർഷവും തിരുനെല്ലിയിൽ ചെന്ന് പിതൃകർമ്മം നടത്തുമായിരുന്നു. പുറത്തൊന്ന്
അകത്ത് വേറെ ഒന്ന്. അതൊന്നും സാരമില്ല. നമുക്ക് തിരിച്ച് രാമായണത്തിലേക്ക് വരാം. ഈ രാമായണത്തിലെ ഹനുമാൻ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ചാടിയതിന്റെ പുറകിലുള്ള മെസ്സേജാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. കൃത്യമായിട്ട് ശ്രീരാമൻ എന്ന അവതാരം അതൊരു ഡെസ്റ്റിനിയുടെ പരമകാഷ്ഠയാണ്, നിയത്തി. ഒന്ന് ആലോചിച്ച് നോക്കാം. ദശരഥൻ അസാധാരണമാം വിധം ചെവി ഉപയോഗിക്കാൻ ട്രെയിനിങ് നേടിയ ആളാണ്. യോദ്ധ എന്ന സിനിമ കണ്ടിട്ടുണ്ടാവില്ലേ? അതില് അക്കുസോട്ടോ എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടല്ലോ, ഇല്ലേ? ഓർമ്മയുണ്ടാവും. മോഹൻലാലും നമ്മുടെ നേപ്പാളിൽ പോയതിന്റെ അപ്പുച്ചേട്ടൻ എന്നുള്ളതിനാണ് അക്കുസോട്ടോ. തറക്കേടില്ലാത്ത വിധത്തില് അതില് മോഹൻലാല് കണ്ണ് തുറക്കാതെ ചെവി ഉപയോഗിച്ച് കുമ്പളങ്ങ അപ്പുറത്തുള്ള ആൾ ഇങ്ങോട്ടിടുന്ന ഒരു സീനുണ്ട്. ഈ വാളുപയോഗിച്ച് കുമ്പളങ്ങയെ വെട്ടി 4 പീസാക്കുന്ന സീനുണ്ട്.